തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ സംഭവത്തിൽ 2 പേർക്ക് സസ്പെൻഷൻ. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. അതേസമയം സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് നടപടി സ്വീകരിക്കാൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർക്കാണ് ഉത്തരവ് നൽകിയത്. ആകാശ് ചേരുന്നുണ്ട്. ആകാശ്, 42 മണിക്കൂറാണ് ലിഫ്റ്റിൽ ഈ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഉണ്ടായിരുന്നത്, രോഗിയായ ആളുണ്ടായിരുന്നത്. കടുത്ത അനാസ്ഥ തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനുശേഷം? അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് 48 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് രാവിലെയാണ് രവീന്ദ്രൻ നായർ എന്ന തിരുവല്ല സ്വദേശിയെ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ആശുപത്രിയിലെത്തിയ ഇദ്ദേഹം ലിഫ്റ്റിൽ കുടുങ്ങുകയായിരുന്നു. അദ്ദേഹം പലതവണ ലിഫ്റ്റിൽ ഉണ്ടായിരുന്ന ടെലിഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടും പിന്നെ അലാം അമർത്തിയിട്ടും ആരും തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് മുതിർന്നിരുന്നില്ല. അതായത് ആരും തന്നെ പ്രതികരിച്ചില്ല എന്നൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് ആശുപത്രിയിലെത്തിയ അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ അദ്ദേഹത്തെ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രി അധികൃതരും മെഡിക്കൽ കോളേജ് പോലീസ് ഓഫീസിനെ അറിയിക്കുന്നതിനെ തുടർന്ന് അന്വേഷണത്തിലാണ് ഇത് രവീന്ദ്രൻ നായർ തിരിച്ചറിയുന്നത്. 48 മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ ഏതാണ്ട് അബോധാവസ്ഥയിലായിരുന്നു. മാത്രമല്ല ആ ലിഫ്റ്റിനുള്ളിൽ തന്നെ മലമൂത്ര വിസർജിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. ആർക്കും നമുക്ക് തന്നെ അറിയാം, 48 മണിക്കൂറുകൾ ഒരു ലിഫ്റ്റിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മാനസിക സംഘർഷം എത്രത്തോളമാണെന്ന് ആ ഒരു സംഭവത്തിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ വിഷയം പ്രതിഷേധമായതിനെ തുടർന്ന് ഇന്ന് ആരോഗ്യ വകുപ്പ് സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെയും ഡ്യൂട്ടി സർജനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനായി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ തന്നെയും നമുക്കറിയാം, ഇതിനു മുൻപേയും ഇത്തരത്തിലുള്ള വീഴ്ചകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തുടർന്നുണ്ടാകുന്ന ഇത്തരം അനാസ്ഥകൾക്കെതിരെ ശക്തമായ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെയും മറ്റ് രോഗികളുടെയും ശക്തമായ ആരോപണം. രജനി, ആകാശ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രവീന്ദ്രൻ നായർക്ക് ജീവൻ തിരികെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണേണ്ടതാണ്. പലവട്ടം ഇത്തരത്തിൽ ലിഫ്റ്റ് കേടായ സംഭവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സർക്കാരിന്റെ വിവിധ മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ താൽക്കാലികമായ ഒരു നടപടി എടുക്കും എന്നല്ലാതെ അതിന് ശാശ്വതമായ ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഈ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു, ഈ അന്വേഷണത്തിനൊക്കെ തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. വീണ്ടും ഇത് തന്നെയല്ലേ ആവർത്തിക്കാനുള്ള സാധ്യത? പ്രത്യേകിച്ച് ഈ രോഗിയായിട്ട് വന്ന ഒരാളാണ് ഇങ്ങനെ കുടുങ്ങിക്കിടന്നത് പോലും, എന്നിട്ട് പോലും അവിടെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ പോലും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഈ ലിഫ്റ്റിൽ അത്യാവശ്യത്തിന് വിളിക്കാൻ അല്ലെങ്കിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കാനുള്ള ഒരു ഫോണുണ്ട്, ആ ഫോൺ പോലും പ്രവർത്തനരഹിതമായിരുന്നു. അതെ, തീർച്ചയായും രജനി. അതായത് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരുന്നു. അതിനുള്ളിലാണ് രവീന്ദ്രൻ നായർ കയറിയത് എന്നൊരു ന്യായീകരണം അവർ പറയുന്നുണ്ട്. എന്നാൽ തന്നെയും നമുക്കറിയാം, അവിടെ സാധാരണയായി ലിഫ്റ്റ് കേട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ടീസ് ബോർഡ് പോലെ അല്ലെങ്കിൽ ലിഫ്റ്റ് കേടാണ് എന്നൊരു അറിയിപ്പ് പലക സാധാരണയായി ഫിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അറിയിപ്പ് ഇൻഫർമേഷനും നൽകിയിരുന്നില്ല. അതിനാൽ തന്നെയാണ് ആയിരക്കണക്കിന് രോഗികളും ദിവസേന എത്തുന്ന ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഇത് പോലീസ് തലത്തിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇത് വകുപ്പ് തലത്തിൽ മാത്രം അന്വേഷണ വിധേയമായി സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാലും തുടർന്ന് ഇതിനെ മറ്റ് പോലീസ് തലത്തിൽ അന്വേഷണം നടത്തണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശരി, എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും ഈ ലിഫ്റ്റിൽ കുടുങ്ങിയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് 48 മണിക്കൂറാണ് തിരുവനന്തപുരം തിരുമല സ്വദേശിയായ രവീന്ദ്രൻ നായർ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങിയത്. എന്തായാലും ജീവൻ തിരികെ കിട്ടിയത് തന്നെ വലിയ അത്ഭുതമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഒപ്പം ഇതിൽ പിന്നാലെ ഈ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായതിന് പിന്നാലെ ശക്തമായ നടപടി, 2 ജീവനക്കാർക്കെതിരെ സസ്പെൻഷൻ, ഒപ്പം ഈ സംഭവം വിശദമായിട്ട് അന്വേഷിക്കാനായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവും ഇട്ടിരിക്കുകയാണ്. ആകാശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.